ഇറാനുമായി മാസങ്ങളായി തുടരുന്ന കടുപ്പമേറിയ സൈനിക പോരാട്ടത്തിനിടയിൽ അമേരിക്കയുടെ ആയുധപ്പുരയിൽ വൻ തിരിച്ചടി. തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക ദീർഘദൂര ആക്രമണ മിസൈലുകളിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചു തീർത്തതായി അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റേഴ്സും CBS ന്യൂസും പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട സൈനിക നീക്കത്തിന്റെ ഭാഗമായി നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളാണ് അമേരിക്കയെ അപ്രതീക്ഷിത ആയുധക്ഷാമത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. കടുത്ത ആയുധക്ഷാമം നേരിടുന്നതോടെ അമേരിക്കൻ സൈന്യത്തിന്റെ ആഗോള പ്രതിരോധ ശേഷിയെക്കുറിച്ചും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. ഭാവിയിൽ ചൈനയോ റഷ്യയോ ഉൾപ്പെടെയുള്ള ശക്തരായ എതിരാളികളുമായി ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമുണ്ടായാൽ അതിനെ നേരിടാൻ അമേരിക്കൻ സേന എത്രത്തോളം സജ്ജമാണെന്ന സംശയമാണ് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധർ ഉന്നയിക്കുന്നത്. നിലവിലെ മിസൈൽ ശേഖരത്തിന്റെ കുറവ് വൈറ്റ് ഹൗസിനും വൻ തലവേദനയായി മാറിയിട്ടുണ്ട്. പ്രധാനമായും കരയിൽ നിന്ന് തൊടുക്കാവുന്ന തന്ത്രപ്രധാന ആയുധങ്ങളായ എറ്റാങ്കപ്സ്, പുതിയ തലമുറയിൽപ്പെട്ട പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകൾ എന്നിവയുടെ വലിയ ശേഖരമാണ് അമേരിക്ക ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ഇവയിൽ ഭൂരിഭാഗവും ഇപ്പോൾ തീർന്ന മട്ടാണ്. അമേരിക്കൻ സൈന്യത്തിന് ആൾനാശം സംഭവിക്കാതിരിക്കാൻ പൈലറ്റുള്ള യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തിയിലേക്ക് നേരിട്ടയക്കുന്നതിന് പകരം ദീർഘദൂര പ്രിസിഷൻ മിസൈലുകളാണ് ട്രംപ് ഭരണകൂടം വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. കടലിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കുന്ന അമേരിക്കൻ ആയുധശേഖരത്തിലെ ടമഹോക്ക് ക്രൂയിസ് മിസൈലുകളിൽ പകുതിയും ഇറാൻ യുദ്ധത്തിൽ ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞു. ആക്രമണ മിസൈലുകൾക്ക് പുറമെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളിലും വൻ കുറവുണ്ടായിട്ടുണ്ട്. പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളുടെ 65%, അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റമായ താഡ് മിസൈലുകളുടെ 32%-ഓളവും US സൈന്യം ഇതിനകം ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് വിവിധ പ്രതിരോധ പഠന കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. മധ്യപൂർവേഷ്യൻ മേഖലയുടെ ചുമതലയുള്ള US സെൻട്രൽ കമാൻഡിന്റെ പക്കലുണ്ടായിരുന്ന മിസൈൽ ശേഖരം ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ച മട്ടാണ്. നിലവിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്ന US ആയുധശേഖരത്തിൽ നിന്നും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും തിടുക്കത്തിൽ മിസൈലുകൾ ഇങ്ങോട്ട് എത്തിച്ചാണ് അമേരിക്ക താൽക്കാലികമായി കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് USന്റെ പക്കൽ 2330 പാട്രിയറ്റ് മിസൈലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ജൂലൈ അവസാനത്തോടെ ഇത് 759 മുതൽ 827 ചുരുങ്ങി. അതുപോലെ 482 താഡ് മിസൈലുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ വെറും 234-നും 278-നും ഇടയിലേക്ക് കൂപ്പുകുത്തി. പഴയ ശേഖരത്തിലേക്ക് തിരിച്ചെത്താൻ കുറഞ്ഞത് 2029 മധ്യത്തോടെ മാത്രമേ സാധിക്കൂവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി ഇറാന് മേലുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാനിൽ തീമഴ പെയ്യ്ക്കുമെന്ന് മുൻപ് ഭീഷണിപ്പെടുത്തിയ ട്രംപിന്റെ ഈ പിന്മാറ്റം കേവലം നയതന്ത്രം മാത്രമല്ലെന്നും കടുത്ത മിസൈൽ ക്ഷാമം മുൻനിർത്തിയുള്ള കരുതലോടെയുള്ള U-turn ആണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എങ്കിലും ആയുധക്ഷാമം സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി തള്ളിപ്പറഞ്ഞു. ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും അമേരിക്കയുടെ പക്കലുണ്ടെന്നും ആവശ്യത്തിൽ കൂടുതൽ കരുത്ത് രാജ്യത്തിനുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. നിലവിൽ US പ്രതിരോധ നിർമ്മാണ കമ്പനികൾ എക്കാലത്തേക്കാളും ഉയർന്ന നിരക്കിൽ പുതിയ മിസൈലുകൾ ഉൽപ്പാദിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാനമായ രീതിയിൽ പെന്റഗൺ വക്താവ് ഷോൺ പാർനെല്ലും ആരോപണങ്ങൾ നിഷേധിച്ചു. അമേരിക്കൻ സൈന്യത്തിന് വേണ്ടത്ര ശേഷിയും കരുത്തുമുണ്ടെന്നും രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങളുടെ പക്കൽ വൻ ആയുധശേഖരമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആയുധശേഖരം തീർന്നുവെന്ന വാർത്ത മാധ്യമങ്ങൾ നിർമ്മിച്ചതാണെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നത്.